കാർഡ് ഉണ്ടാക്കിയാലോ? വാലന്റൈൻസ് തീമായി പോയാ നല്ല മോട്ടെ, നമുക്ക് ഉണ്ടാക്കുന്ന രീതി നോക്കാം. ആദ്യമായിട്ട് ഞാൻ എടുത്തുള്ളത് ഓഫ് വൈറ്റ് കളർ പേപ്പറാണ്. നിങ്ങൾക്ക് A4 ഷീറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഓഫ് വൈറ്റ് ആണ്, അതുകൊണ്ടാണ് എടുത്തത്. കാരണം അതിൻ്റെ കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്, അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആ കട്ട് ചെയ്ത പോർഷൻ മാറ്റി വെച്ചോട്ടോ, ആവശ്യം വരും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു ആവശ്യമുണ്ട്. അതിനുശേഷം ഒരു ജാറ് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗൂഗിളിൽ നിന്നോ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ കിട്ടും. അതൊന്ന് ട്രേസ് ചെയ്തെടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓഫ് വൈറ്റ് കളർ ഇതുണ്ടല്ലോ, ഞാൻ മാറ്റി വെക്കണം എന്ന് പറഞ്ഞത്, അതിൽ ലിറ്റിൽ ഹേർട്സ്, അതായത് കുറച്ച് കുഞ്ഞു ഹേർട്സ് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു, കുറേ സമയം എടുക്കും. കാരണം ലിറ്റിൽ ഹേർട്സ് അല്ലേ, കുഞ്ഞു ഹേർട്സ് അല്ലേ, അപ്പം കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ A4 ഷീറ്റിൽ വൈറ്റ് കളറിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് കളറിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഓഫ് റെഡിൽ നിന്ന്, അതായത് ഡാർക്ക് നിന്ന് ലൈറ്റിലേക്ക് പോകുന്ന പോലെ ഒരു കളറായിരിക്കും, നല്ല രസമുണ്ടാവും കേട്ടോ. പിന്നെ ഈ സ്റ്റിക്കി നോട്ട് ഉണ്ടല്ലോ, ഈ സ്റ്റിക്കി നോട്ടിൽ നിന്ന് ഒരു പിങ്ക് കളർ ഷെയ്ഡിൽ അതിൽ നിന്നും കുറച്ച് ലിറ്റിൽ ഹേർട്സ് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ ഹേർട്സും നമുക്ക് പറ അങ്ങ് ഒട്ടിച്ചോ. അതിൽ നമുക്ക് അളവോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഹേർട്സ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തോ. അതായത് ജാറിൻ്റെ ഉള്ളിൽ കുറച്ചധികം വേണം. അതിനുശേഷം അതിൽ നിന്ന് ഇങ്ങനെ ചെരിച്ച് വെക്കുമ്പോൾ നമുക്ക് ഹേർട്സ് ഇങ്ങനെ വീഴൂലേ, ആ ടൈപ്പാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ആയോ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അതിനുശേഷം ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ചിതറി കിടക്കുന്ന പോലെ, അതായത് ഇങ്ങനെ വീഴുമ്പോൾ നമുക്കിങ്ങനെ ചെരിഞ്ഞ് വീഴുമ്പോൾ ഇങ്ങനെ ചിതറി കിടക്കുമല്ലോ, അതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മുറിച്ച് വെച്ച എല്ലാ ഹേർട്സും ഇവിടെ ചറ അങ്ങ് ഒട്ടിച്ചെടുത്തോട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ടുള്ള നമുക്ക് ഒരു ഒറിജിനാലിറ്റി പോലെ തോന്നിക്കും ഇങ്ങനെ ഹേർട്സൊക്കെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ. പിന്നെ ജാറിൻ്റെ ഉള്ളിൽ കുറച്ചധികം ഹേർട്സ് ഒട്ടിച്ചോ. പിന്നെ ഈ ജാറിൻ്റെ വായ് ഭാഗം ഉണ്ടല്ലോ, അവിടെയും കുറച്ച് ഹേർട്സ് ഇങ്ങനെ കൂടി നിൽക്കുന്ന പോലെ ഒട്ടിച്ചെടുത്തു. അങ്ങനെ റെഡും പിങ്കും വൈറ്റും ഓഫ് വൈറ്റും ഒക്കെ കൂടിയാകുമ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. അതിനുശേഷം ലവ് യു എന്നങ്ങ് എഴുതി വെച്ചോ. ഉള്ളിൽ അവർക്ക് ഇഷ്ടമുള്ള വിഷയം എഴുതി വെക്കാനുള്ള സ്പേസും ഉണ്ട്, കാർഡാണല്ലോ. അതിനുശേഷം നമുക്ക് എസ്തെറ്റിക് വൈബ് ആക്കാൻ വേണ്ടിയിട്ട് ബോയ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്തിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.